Bending stresses in beams. Bending stress. The stresses induced by bending moment are known as bending stresses. Bending moment മൂലം അനുഭവപ്പെടുന്ന സ്ട്രെസ്സസ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡിങ് സ്ട്രെസ്സസ്. Pure bending or simple bending. If a length of beam subjected to constant bending moment and zero shear force, the stress will set up in that length of beam due to bending moment only, and that length of beam is said to be pure bending or simple bending. അതായത് ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് ബീമിൽ കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഒരേപോലെയുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് അനുഭവപ്പെടുന്നത്. ഇതുകൂടാതെ അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്തായിരിക്കും? പ്യുവർ ബെൻഡിങ് ഓർ സിമ്പിൾ ബെൻഡിങ് എന്നായിരിക്കും. ആ ടോട്ടൽ ലെങ്ത് ഓഫ് ബീമിൽ അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? പ്യുവർ ബെൻഡിങ് ആയിരിക്കും, അതല്ലെങ്കിൽ സിമ്പിൾ ബെൻഡിങ് ആയിരിക്കും. അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. അതേപോലെ അവിടെ അനുഭവപ്പെടുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേര് ബെൻഡിങ് സ്ട്രെസ് എന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ബീമിൽ കൊടുത്തിട്ടുള്ള ലോഡുകൾ കാണാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മളിത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന സെക്ഷൻ, അവിടെ ഉണ്ടാകുന്ന ലോഡ് എത്രയായിരിക്കും? W ലോഡാണ്. അത് മുകളിൽ നിന്നും താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വരുന്ന ഫോഴ്സസ് എല്ലാം തന്നെ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് താഴത്തേക്ക് നമ്മൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്ക് W എടുത്ത് പോസിറ്റീവായിട്ട് വരച്ചിട്ടുള്ളത്. കണ്ടോ, മുകളിലേക്ക് വരയ്ക്കുന്നത് പോസിറ്റീവാണ്. ഇനി ഡിക്കും ബിക്കും ഇടയിലായിട്ട് വേറെ ലോഡുകളൊന്നും തന്നെ ഇല്ല. സോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ബിയിലെത്തുമ്പോൾ ഇവിടെ കൊടുത്തതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ W ലോഡ് കൊടുക്കുന്നുണ്ട് അല്ലേ? സോ അതെന്തായിരിക്കണം? W പ്ലസ് മൈനസ് W വരുമ്പോൾ സീറോ ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഇവിടെ താഴത്തേക്ക് ലൈൻ വരച്ച് ഇവിടെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരെ ഇത്രയും ഒരു ഭാഗത്ത് മാത്രമേ ഷിയർ ഫോഴ്സ് അനുഭവപ്പെടുന്നുള്ളൂ. അതെന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ഇനി ബിക്കും എക്കും ഇടയിലായിട്ട് മറ്റ് ലോഡുകളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവിടെ ലോഡ് കാണിക്കേണ്ട ആവശ്യമില്ല. എഗെയിൻ നെക്സ്റ്റ് ലോഡ് വരുന്നത് എയിലാണ്, താഴെ നിന്ന് മുകളിലേക്കാണ് ലോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നെഗറ്റീവാണ് അല്ലേ? നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എയിൽ നിന്നും താഴത്തേക്ക് -W താഴത്തേക്ക് വരച്ചു. ഇനി എക്കും സിക്കും ഇടയിലായിട്ട് മറ്റ് ലോഡുകളൊന്നും വരുന്നില്ല. സോ എഗെയിൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്തു. അടുത്ത ലോഡ് വരുന്നത് സിയിൽ, മുകളിൽ നിന്നും താഴത്തേക്ക് ലോഡ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയായിപ്പോൾ W പ്ലസ് മൈനസ് W എഗെയിൻ സീറോ ആയി പോകും. അതുകൊണ്ട് എഗെയിൻ ഒരു ലൈൻ മുകളിലേക്ക് വരച്ച് സീറോ ആക്കി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നെറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. റൈറ്റ് മോസ്റ്റ് കോർണറിൽ പോസിറ്റീവും ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ നെഗറ്റീവും ആയിരിക്കും. ഇത്തരത്തിലായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് താഴത്തേക്കാണ് അല്ലേ? അപ്പോൾ താഴത്തേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് പോകും? നെഗറ്റീവായിട്ട് പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലൈൻ വരച്ചിട്ട് താഴത്തേക്ക്, നെഗറ്റീവ് ആയതുകൊണ്ടാണ് താഴത്തേക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി എങ്ങനെ ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്? ആക്ട് ചെയ്യുന്ന ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ബിക്കും ഡിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് എ ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് W ആണ്. സോ W ഇൻറ്റു എ എന്ന് വരും. ഓക്കെ. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോഴും ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും, എൻഡിങ് പോയിന്റിലും ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും, പോയിന്റ് ലോഡ് ആയതുകൊണ്ട്. സോ ഡിയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, WA വരെ വന്നു. സോ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? W ഇൻറ്റു എ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിയിൽ WA ഡിസ്റ്റൻസ് താഴത്തേക്ക് പോയിന്റ് മാർക്ക് ചെയ്തു. ഡിയിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബിക്കും എക്കും ഇടയിലായിട്ട് മറ്റ് ഫോഴ്സസ് ഒന്നും തന്നെ വരുന്നില്ല. സോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എഗെയിൻ എയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ത് തന്നെയാണ്? ഇവിടെയും അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W ആണ്. സിക്കും എക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എ ആണ്. സോ W ഇൻറ്റു എ WA ആയിരിക്കും ഇവിടെയും അനുഭവപ്പെടുന്ന ഫോഴ്സ്. അഗെയിൻ സി എന്ന് പറയുന്ന പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ എൻഡ് മോസ്റ്റ് പോയിന്റിൽ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് സീറോ ആണ്. സോ അഗെയിൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അസംഷൻസ് ആയിട്ട് എടുക്കുന്നത്? അതിൽ ഫസ്റ്റ് പോയിന്റ്, ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. അവിടെ ബീം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഹോമോജീനിയസ് ആയിരിക്കണം, ഒരേപോലത്തെ മെറ്റീരിയൽ ആയിരിക്കണം സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഉപയോഗിച്ചിരിക്കേണ്ടത്. അതുപോലെ ഐസോട്രോപിക് ആയിരിക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം എന്തായിരിക്കണം? ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കണം. അതുപോലെ രണ്ടാമത്തെ പോയിന്റ്, ദ വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് സെയിം ഇൻ
ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ആ ബീമിൽ ടെൻഷൻ എന്തായിരുന്നു? ടെൻഷൻ. ഇപ്പോൾ ബീമിൻ്റെ രണ്ട് സൈഡിലും ഞാൻ പിടിച്ച് വലിക്കുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും. അതുപോലെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്നത് കംപ്രഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ കംപ്രഷൻ ആയിക്കോട്ടെ ടെൻഷൻ ആയിക്കോട്ടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അഥവാ ഇയുടെ വാല്യൂ സെയിം ആയിരിക്കണം. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് നോക്കുക. ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻസ് വിച്ച് വെയർ പ്ലെയിൻ ബിഫോർ ബെൻഡിങ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ് ഓൾസോ. അപ്പോൾ നമ്മൾ റെക്ടാങ്കിൾ അസ്യൂം ചെയ്യുകയാണ് അല്ലേ? ബീമൊക്കെ റെക്ടാങ്കുലർ ഷേപ്പിലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ലെങ്ത് പോർഷൻ അല്ല നമ്മളിവിടെ പറയുന്നത്, ട്രാൻസ്വേഴ്സ് ആണ്. ലെങ്ത് എന്ന് വെച്ചാൽ ലോങ്ങിറ്റ്യൂഡിനൽ ആണ് അല്ലേ? ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ബ്രെഡ്ത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബ്രെഡ്ത്ത് ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ ബെൻഡ് ചെയ്തതിന് ശേഷവും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ദ ബീം ഇനിഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ഓൾ ലോങ്ങിറ്റ്യൂഡിനൽ ഫിലമെന്റ്സ് ബെൻഡ് ഇൻ ടു സർക്കുലർ ആർ വിത്ത് എ കോമൺ സെന്റർ ഓഫ് കർവേച്ചർ. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഒരു ബീം എടുത്തു, ആ ബീമിന്റെ സെന്ററിലായിട്ടൊരു പോയിന്റ് ലോഡ് കൊടുക്കുകയാണ് അല്ലേ? മുകളിൽ നിന്ന് താഴേക്ക് ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ബീം ബെൻഡ് ചെയ്യും, സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിരിക്കും, പിന്നെ ലോഡ് വരുന്ന സമയത്ത് ഒരു സർക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യും. ഒരു കോമൺ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ സെന്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് കർവേച്ചർ അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലേക്ക് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ലാർജ് കമ്പയർഡ് വിത്ത് ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ. അവിടെ നിങ്ങൾ കൊടുക്കുന്ന പോയിന്റ് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റേഡിയസും കർവേച്ചർ റേഡിയസും എന്തായിരിക്കും? ഒരുപാട് വലുതായിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കുക. ഈച്ച് ലെയർ ഓഫ് ദ ബീം ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ലെയർ അബവ് ഓർ ബിലോ ഇറ്റ്. അതായത് ഒരു ബീം എടുക്കുകയാണെങ്കിൽ ഒരു 10 ലെയർ ചേർന്നാണ് ബീം ഉണ്ടായതെന്ന് വിചാരിക്കുക. ഓരോ ലെയറിൻ്റെയും പ്രവർത്തനം മറ്റു ലെയറിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. ഒരു ലെയറിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും ഉള്ള പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ 10 ലെയറിനും ഇത്തരത്തിൽ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാം. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അസംഷൻസ് ആയിട്ട് വരുന്നത്. ഇത് ഐഡിയൽ കേസിൽ പറയുന്ന കാര്യമാണ്. പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. പക്ഷേ ഇക്വേഷൻ ഡെറൈവ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യും. ഈ പോയിന്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സിമ്പിൾ ബെൻഡിങ് തിയറി യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ഈ സിമ്പിൾ ബെൻഡിങ്ങിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ നേരത്തെ കുറച്ചധികം അസംഷൻസ് പറഞ്ഞിരുന്നത്. സിമ്പിൾ ബെൻഡിങ്ങിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്യുവർ ബെൻഡിങ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഫിഗറുകൾ കാണാം, ബിഫോർ ബെൻഡിങ്ങും അതുപോലെ തന്നെ ആഫ്റ്റർ ബെൻഡിങ്ങും. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ലോഡ് കൊടുക്കുന്നതിന് മുമ്പ് ആ ബീമിരുന്ന ആ ഒരു ഷേപ്പ്, അതാണ് ബിഫോർ ബെൻഡിങ് എന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഡ് കൊടുത്തതിന് ശേഷം ബെൻഡ് ചെയ്തതിന് ശേഷം കണ്ടോ, ബീം ബെൻഡ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ സർക്കുലർ ഷേപ്പിൽ ആയിട്ടായിരിക്കും ഇരിക്കുക. ചെറിയൊരു കർവേച്ചർ ഫോം ചെയ്യും, ഈ ഒരു ഷേപ്പിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത് എന്താണ്? ആ ബീമിൻ്റെ ആക്സിസ് ആണ്. അത് എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ മുകൾ ഭാഗമാണ് AC, താഴ്ഭാഗമാണ് BD. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും M എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതെന്തായിരിക്കും? അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ B തൊട്ട് D വരെ ഉള്ളതും ആ ഒരു ഡിസ്റ്റൻസ്, അതിനെ DX അഥവാ ഡെൽറ്റ X എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ബെൻഡിങ്ങിന് മുമ്പ്, ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണോ ബീം ഇരുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. രണ്ടാമത്തെ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബെൻഡ് ചെയ്തതിന് ശേഷം. ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അതായത് N ഡാഷ് അതായിട്ട് മാറും. എന്ത്? NN എന്ന് പറയുന്ന ആക്സിസ് ഓഫ് ബീം. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിന് ലെങ്ത് കൂടുകയും ചെയ്യുന്നില്ല കുറയുകയും ചെയ്യുന്നില്ല, അത് സെയിം ആയിരിക്കും. അതേസമയം A', C' നോക്കുക. AC എന്ന് പറയുന്നത് A', C' ആയിട്ട് മാറും. അവിടെ എന്താണ് അനുഭവപ്പെടുന്നത്? മുകളിൽ കംപ്രഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക, ലെങ്ത് കുറയും. അത് ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. AC എന്നുള്ള ഡിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും A', C'. അതേപോലെ BD എന്ന് പറയുന്ന ഭാഗം B', D' ആയിട്ട് മാറും. BD എന്നത് DX ആയിരുന്നു അല്ലേ? B', D' എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ബെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒരേ ലെങ്ത് ആയിരുന്നു. AC NN BD ആയിരുന്നു. ബെൻഡ് ചെയ്തതിന് ശേഷം A', C' ആയിട്ട് മാറി. എന്ത്? AC അല്ലേ? അപ്പോൾ A', C' ലെങ്ത് AC-നേക്കാളും കുറവായിരിക്കും. N', അത് NN-നോട് ഈക്വൽ ആണ്. അതുപോലെ B', D' എന്നുള്ളത് BD-നേക്കാളും കൂടുതലാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് ലെങ്ത് കുറഞ്ഞു. ഇവിടെ എന്ത് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക? കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ സെൻറ്റർ ആക്സിസിൽ യാതൊരുവിധ മാറ്റം സംഭവിക്കുന്നില്ല. B', D'-ലാണെങ്കിലോ
ടെൻസൈൽ ഫോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇലോങ്ങേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബി ഡാഷ് ഡി ഡാഷിന്റെ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ പർട്ടിക്കുലർ ഫിഗേഴ്സിനെ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ ഫിഗർ നോക്കുക. ബെൻഡ് ചെയ്തതിന് മുമ്പ് എങ്ങനെയായിരുന്നോ ബീം ഇരുന്നത് ആ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ സെൻട്രലിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ്. എ സി എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. ബി ഡി എന്ന് പറയുന്നത് ബോട്ടം മോസ്റ്റ് ലെയർ ആണ്. ഇനി നമ്മളൊരു ഇമാജിനറി സെക്ഷൻ ഇ എഫ് എന്ന് പറയുന്ന ഇമാജിനറി സെക്ഷൻ എടുക്കുകയാണ്. അത് എൻ എന്ന് പറയുന്ന സെൻറ്റർ ലെയറിൽ നിന്നും അഥവാ സെൻറ്റർ പോർഷനിൽ നിന്നും വൈഡ് ഡിസ്റ്റൻസ് താഴേക്ക് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എ സി ആയിക്കോട്ടെ, എൻ എൻ ആയിക്കോട്ടെ, ഇ എഫ് ആയിക്കോട്ടെ, ബി ഡി ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡി എക്സ് തന്നെയാണ്. ലെങ്ത് ചേഞ്ച് വരുന്നില്ല. എന്തുകൊണ്ടാണ്? നിലവിൽ ഇവിടെ ബെൻഡിങ് ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സെക്ഷൻ എല്ലാത്തിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കും. അതേസമയം രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുമ്പോൾ ബെൻഡ് ചെയ്യാനായിട്ട് ആരംഭിച്ചു അല്ലേ? ഫോർ എക്സാമ്പിൾ സെൻറ്ററിൽ ലോഡ് കൊടുത്തു, അത് സർക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്തിനും അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എ ഡാഷ് സി ഡാഷ് അത് കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ബെൻഡ് നിങ്ങൾക്ക് അറിയാം, ഒരു ബീം ഇത്തരത്തിൽ ബെൻഡ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്ത് കംപ്രഷനും താഴ്ഭാഗത്ത് ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ കംപ്രഷൻ ആക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ലെങ്ത് കുറയാണ് ചെയ്യുന്നത്. സോ എ ഡാഷ് സി ഡാഷിൻ്റെ ലെങ്ത് എ സിനേക്കാളും കുറവായിരിക്കും. എൻ ഡാഷ് എന്ന് പറയുന്ന ന്യൂട്രൽ ലെയർ സെൻറ്റർ ലെയറിൻ്റെ ലെങ്ത്തിന് കാര്യമായിട്ട് മാറ്റം വരുന്നില്ല. ബി ഡാഷ് ഡി ഡാഷിൽ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഈ ബോട്ടം മോസ്റ്റ് പോർഷനിൽ ടെൻസൈൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഇ ഡാഷ് എഫ് ഡാഷും ഇത്തരത്തിൽ എന്തായിരിക്കും? ലെങ്ത് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ ഡാഷ് എന്ന് പറയുന്ന ലെയറിൽ നിന്നും വൈഡ് ഡിസ്റ്റൻസ് താഴോട്ട് മാറിയായിരിക്കും അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഇത്തരത്തിൽ ബെൻഡ് ചെയ്യുമ്പോൾ എ ഡാഷ് സി ഡാഷ് ആയിക്കോട്ടെ, എൻ ഡാഷ് ആയിക്കോട്ടെ, ഇ ഡാഷ് എഫ് ഡാഷ് ആയിക്കോട്ടെ, ബി ഡാഷ് ഡി ഡാഷ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു പർട്ടിക്കുലർ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബെൻഡ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. ആ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് നേരത്തെ വിളിച്ചത്. കണ്ടോ? അതാണ് ഇവിടെ ഒ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. നിങ്ങൾക്ക് ഫിഗറിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ക്യൂ ആയിട്ടായിരിക്കും തോന്നുന്നത്. ശരിക്കും ക്യൂ അല്ല, തീറ്റയാണ്. അപ്പോൾ ഈ ഒ തൊട്ട് എൻ ഡാഷ് വരെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഒ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ആംഗിൾ തീറ്റയാണ്. ഒ തൊട്ട് എൻ ഡാഷ് വരെയുള്ള ദൂരം അഥവാ ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആ പർട്ടിക്കുലർ റേഡിയസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ സർക്കുലർ ഷേപ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രെസ് ഡയഗ്രാമാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ രണ്ട് ഡയഗ്രാം കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇരിക്കുക. ഇനി അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്കറിയാം ആർ എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഫിഗറിൽ നമ്മൾ പറഞ്ഞിരുന്നു റേഡിയസ് ആണ് അല്ലേ? റേഡിയസ് ഓഫ് ദ ന്യൂട്രൽ ലെയർ. അതുപോലെ ഒ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. തീറ്റ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആംഗിൾ ആണ്. ഇനി ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ സെൻറ്ററിൽ വരുന്ന ലെയർ ആണ് എൻ എൻ അല്ലേ? ഫസ്റ്റ് ഫിഗർ നിങ്ങൾ ഓർത്തെടുക്കുക. അതിൽ എല്ലാത്തിൻ്റെയും ടോപ്പ് മോസ്റ്റ് ലെയർ ആയിക്കോട്ടെ, ബോട്ടം മോസ്റ്റ് ലെയർ ആയിക്കോട്ടെ, സെൻറ്റർ ലെയർ ആയിക്കോട്ടെ, നമ്മൾ വൈഡ് ഡിസ്റ്റൻസ് അകലെയായിട്ട് എടുത്ത ഇ എഫ് എന്ന് പറയുന്ന ലെയർ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത് സെയിം ആണെന്ന് പറയുകയുണ്ടായിരുന്നു. സോ ദാറ്റ് ലെങ്ത് ആണ് ഇ എഫ്. അത് തന്നെയായിരിക്കും എൻ എൻ. അത് തന്നെയായിരിക്കും എത്രയായിരുന്നു അവിടെ എടുത്തിരുന്ന ലെങ്ത്? ഡി എക്സ് അഥവാ ഡെൽറ്റ എക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്തതിന് ശേഷം വരുന്ന ലെയർ ആയിരുന്നു എൻ ഡാഷ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത് സെയിം ആണ് എന്നാണ് പറയുന്നത്. ഇ എഫ് ഈസിക്കൽ ടു എന്താണ്? എൻ എൻ ഈസിക്കൽ ടു ഡി എക്സ് ഈസിക്കൽ ടു എൻ ഡാഷ്. ഇനി നമ്മളവിടെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ കേസ് പറഞ്ഞിരുന്നു അല്ലേ? ഒ എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലൊരു ആർക്ക് പോലെ ഡെവലപ്പ് ചെയ്യുന്നു. ആ ആർക്കാണ് ഇവിടെ റഫായിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റർ ഇരിക്കുന്ന പോയിന്റ് ഒ ആയിരിക്കും. ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? റേഡിയസ്, അത് ആറാണ്. അതുപോലെ തന്നെ എൻ ഡാഷ് വരെയുള്ള ദൂരം ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈനും കോസും ടാനും ഒക്കെ യൂസ് ചെയ്തിട്ട് പല പല ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ട് അല്ലേ? സോ ഡെൽറ്റ എക്സ്, അതായത് എൻ ഡാഷ് തൊട്ട് എൻ ഡാഷ് വരെയുള്ള ദൂരമാണ് ഡെൽറ്റ എക്സ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ഇൻറ്റു തീറ്റ ആയിരിക്കും എന്നാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. തൽക്കാലം നിങ്ങൾ മനപ്പാടാക്കി വെക്കുക. അതിൻ്റെ ഡെറിവേഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഡെൽറ്റ എക്സ്
ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആർ ഇൻറ്റു തീറ്റ ആയിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ബെൻഡ് ചെയ്യുന്നതിന് മുമ്പത്തെ കേസാണ്. ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എൻ ഡാഷ് ന്യൂട്രൽ ലെയറിന് കാര്യമായിട്ടുള്ള മാറ്റം വരുന്നില്ല. സോ എൻ എൻ എന്ന് പറയുന്നതും എൻ എൻ ഡാഷ് എന്ന് പറയുന്നതും സെയിം തന്നെയായിരിക്കും. ഇനി അതിന് തൊട്ട് താഴെ ന്യൂട്രൽ ലെയറിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് ഇ എഫ് എന്നൊരു ലൈൻ നമ്മൾ ഇമാജിൻ ചെയ്തിരുന്നു അല്ലേ, വൈ ഡിസ്റ്റൻസ് താഴെയായിട്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ ഫിഗറാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇ എഫ് എന്ന് പറയുന്ന ലെയർ അല്ലെങ്കിൽ ഇ ഡാഷ് എഫ് ഡാഷ് എന്നുള്ള ലെയർ എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ഡിസ്റ്റൻസിൽ മാറ്റം വരും അല്ലേ. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പ്ലസ് വൈ, ആറിൽ നിന്നും റേഡിയസിൽ നിന്നും വൈ ഡിസ്റ്റൻസ് താഴേക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഈ ഡിസ്റ്റൻസ് ആർ പ്ലസ് വൈ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ഫിഗർ റെഫർ ചെയ്യുക. ഈ ഒരു സ്ലൈഡിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആർ പ്ലസ് വൈ ഡിസ്റ്റൻസ് ഓയിൽ നിന്നും താഴോട്ട് മാറിയിട്ടായിരിക്കും ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് അല്ലേ, ഇ ഡാഷ് എഫ് ഡാഷ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്, അതിന് മാറ്റമില്ല. പക്ഷേ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും, ആർ പ്ലസ് വൈ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇ ഡാഷ് എഫ് ഡാഷ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈസ് ഈക്വൽ ടു നേരത്തെ ആർ ഇൻറ്റു തീറ്റ എന്ന് എഴുതി കൊടുത്ത് ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ. കണ്ടോ, ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ. അങ്ങനെ നമുക്ക് എഴുതാം. ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഡെറിവേഷൻ ഒന്നും പഠിക്കണമെന്ന് നിർബന്ധമില്ല, ഫൈനൽ ഇക്വേഷൻസ് മാത്രമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വന്നത് അതിനെക്കുറിച്ചാണ് വിശദീകരിച്ച് പറഞ്ഞു പോകുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്ട്രെയിൻ കണ്ടുപിടിക്കും അല്ലേ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ഏതൊക്കെയാണ്, സ്ട്രെസ്സും സ്ട്രെയിനും. അതിൽ സ്ട്രെസ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ഇനി സ്ട്രെയിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടുത്തെ ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നത് ലെങ്ത് ആണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത്, കണ്ടോ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും, നേരത്തെ എത്രയായിരുന്നോ, നേരത്തെ ഒരു ലെങ്ത് ഉണ്ടായിരുന്നു അല്ലേ, ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലെങ്ത് ഉണ്ടായിരുന്നു, ബെൻഡ് ചെയ്തതിന് ശേഷം ഒരു ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലെങ്ത്തുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇ ഡാഷ് എഫ് ഡാഷ് ആണ് ബെൻഡ് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത്, മൈനസ് ബെൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ലെങ്ത് എത്രയാണ്, ഇ എഫ് ആണ് അല്ലേ. സോ ഇ ഡാഷ് എഫ് ഡാഷിൽ നിന്നും ഇ എഫ് കുറച്ചിട്ട് ഡിവൈഡ് ബൈ എന്ത് തന്നെയാണ്, ഇനീഷ്യൽ ലെങ്ത് എത്രയായിരുന്നു, ഇ എഫ് തന്നെ. സോ ഇ എഫ്, അതാണ് നമ്മൾ ഈ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്, ഇ ഡാഷ് എഫ് ഡാഷ് മൈനസ് ഇ എഫ് ഡിവൈഡ് ബൈ ഇ എഫ്. അതിൽ ഇ ഡാഷ് എഫ് ഡാഷ് നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാ, ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ. അതെടുത്ത് എഴുതി, മൈനസ് ഇ എഫിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം എത്ര തന്നെയാണ്, എൻ 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 ഡാഷ് അല്ലെങ്കിൽ എൻ എൻ എന്ന് പറയുന്ന വാല്യൂ തന്നെ അല്ലേ. അതിൻ്റെ വാല്യൂ ഇവിടെ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാണ്, ആർ തീറ്റ. സോ ആ വാല്യൂണ് ഇവിടെ ആർ തീറ്റ എന്ന് എടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ മൈനസ് ആർ തീറ്റ ഡിവൈഡ് ബൈ എന്ത് വരും, ആർ തീറ്റ എന്ന് തന്നെ വരും. ഇനി ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഈ ആർ പ്ലസ് വൈയുടെ ഉള്ളിലേക്ക് തീറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്തു അല്ലേ. സോ ആർ ഇൻറ്റു തീറ്റ, ആർ തീറ്റ പ്ലസ് വൈ ഇൻറ്റു തീറ്റ, വൈ തീറ്റ മൈനസ് ആർ തീറ്റ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു തീറ്റ എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ആർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ആർ തീറ്റ ഉണ്ട് അല്ലേ. ഇത് രണ്ടും ആർ തീറ്റയിൽ നിന്നും ആർ തീറ്റ കുറയ്ക്കുമ്പോൾ ഈ രണ്ട് ടൈം വെട്ടിപ്പോവും. അപ്പം അവസാനം വൈ തീറ്റ ഡിവൈഡ് ബൈ ആർ തീറ്റ എന്ന് വരും. ഓക്കെ, അതിൽ തീറ്റയും സെയിം ടൈം ആയതുകൊണ്ട് വെട്ടിപ്പോയിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ടൈം എത്രയായിരിക്കും, വൈ ബൈ ആർ എന്ന് പറയുന്ന ടൈം ആയിരിക്കും ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ സ്ട്രെയിൻ. ഇനി യങ്സ് മോഡുലസ് അഥവാ ഇയുടെ ഫോർമുല എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെന്ന് അറിയാം അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ മെക്കാനിക്സ് പഠിച്ച സമയത്തായിക്കോട്ടെ, എം എസ് ആൻഡർസൺ പറഞ്ഞ സമയത്തായിക്കോട്ടെ നമ്മൾ നോക്കിയിരുന്ന ഇക്വേഷനാണ്. സോ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇനി ഇതിൽ നിന്നും ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ട്രെസ് എന്തായിരിക്കും, ബെൻഡിങ് സ്ട്രെസ് ആണ് അല്ലെ. ബീമിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് ആണ്. സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ് അല്ലേ. അപ്പോൾ ഇ സീക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെങ്കിൽ സ്ട്രെസ് സീക്വൽ ടു എന്തായിരിക്കും, ഇ ഇൻറ്റു സ്ട്രെയിൻ ആയിരിക്കും. സോ അതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്, ബെൻഡിങ് സ്ട്രെസ് ഇ സീക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, എത്രയാ, വൈ ബൈ ആർ. സോ സ്ട്രെസ്സിനെ നമുക്ക് സിഗ്മ എന്ന് വിളിക്കാം, ഇ സീക്വൽ ടു ഇ ഇൻറ്റു വൈ ബൈ ആർ എന്ന് എഴുതാം. അതിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഫോം ചെയ്യുന്നത്. കണ്ടോ, സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. അപ്പം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ ഈ ഒരു ടേംസ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ബെൻഡിങ് സ്ട്രെസ് ആണ്. വൈ എന്ന് പറയുന്നത് ന്യൂട്രൽ ലെയറിൽ സെൻറ്ററിലെ ആക്സിസിൽ നിന്നും എത്രമാത്രം താഴെയായിട്ടാണ് നമ്മൾ എടുക്കുന്ന ലെയർ സ്ഥിതി ചെയ്യുന്നത്, അതാണ് വൈ. ഇ എന്ന് പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ആണ്. അതുപോലെ ആർ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക.
ന്യൂട്രൽ ആക്സിസ് അഥവാ NA, ഇത് ബീമിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു, ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ലെങ്ത് വേസ് സൈഡ് കണ്ടോ, ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക, ഇതാണ് ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ബ്രെഡ്ത്തിൻ്റെ ഈ ഒരു ഭാഗമാണ് ട്രാൻസ്വേഴ്സ്. അപ്പോൾ നമുക്കറിയാം ലെങ്ത്തിൻ്റെ ഏരിയ ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറയുന്നു, അതുപോലെ ബ്രെഡ്ത്തിൻ്റെ ഭാഗം ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സെൻറ്ററിൽ കൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ടെന്ന് പറയുകയുണ്ടായിരുന്നു അല്ലേ? ആ പർട്ടിക്കുലർ ലെയറിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ന്യൂട്രൽ ലെയർ. ആ ന്യൂട്രൽ ലെയറിനെ ബ്രെഡ്ത്ത് സൈഡിൽ നമ്മൾ ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, NA എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ NA എന്ന് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ന്യൂട്രൽ ആക്സിസ്. ട്രാൻസ്വേഴ്സ് സൈഡിൽ, ഓക്കെ, ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് NA എന്ന് നിങ്ങൾ ഈ കാണുന്ന ഭാഗം, ന്യൂട്രൽ ലെയർ വന്ന് ഈ സെൻറ്ററിൽ NA എന്ന് പറയുന്ന ഭാഗത്ത് കോൺസൈഡ് ചെയ്യും. ആ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇനി ഇവിടെ തൊട്ട് താഴെയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഫിഗർ കാണാനായിട്ട് സാധിക്കും. ഇതെന്താണ്? ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഞാനിപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഈ ഒരു ന്യൂട്രൽ ആക്സിസിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന സൈഡ് വ്യൂ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ NA എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിസിൽ നിന്നും y ഡിസ്റ്റൻസ് മുകളിലായിട്ട് ഞാനൊരു ലെയർ അസ്യൂം ചെയ്യുകയാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ. NA എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിസിൽ നിന്നും y ഡിസ്റ്റൻസ് മുകളിലായിട്ട് DA എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ഞാനിവിടെ അസ്യൂം ചെയ്യുകയാണ്. സോ ആ പർട്ടിക്കുലർ പോർഷൻ്റെ ഏരിയ DA എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്തു നമ്മൾ അല്ലേ. സോ DA = എന്നാണ് നമ്മൾ എടുത്തേണ ലെയറിൻ്റെ ഏരിയ ആണ്. ഇനി ആ ഏരിയയിലെ അനുഭവപ്പെടുന്ന ഫോഴ്സ് അത് നമുക്ക് കണ്ടെത്തണം. ഫോഴ്സ് ഓൺ എ ലെയർ = എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായോ? അതായത് സ്ട്രെസ് = എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് = എന്തായിരിക്കും? സ്ട്രെസ് ഇൻറ്റു ഏരിയ ആയിരിക്കും. ഓക്കെ, ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഫോഴ്സിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ F = എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മ ഇൻറ്റു ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ്? DA. സോ F = സിഗ്മ ഇൻറ്റു DA എന്ന് വരുന്നു അല്ലേ. സിഗ്മയുടെ വാല്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? E ഇൻറ്റു y/r. അതെടുത്ത് എഴുതി ഇൻറ്റു DA. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ലെയറിൻ്റെ ഫോഴ്സ് മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ലെയറുകൾ ചേർന്നിട്ടാണ് ആ ട്രാൻസ്വേഴ്സ് ബീമിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഉണ്ടായിട്ടുള്ളത്. സോ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്തായിരിക്കും? നിങ്ങളിവിടെ കണ്ടുപിടിച്ച് വെച്ചാൽ ഈ ഒരു ഫോഴ്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അതാണ് നെക്സ്റ്റ് ലൈനായിട്ട് എഴുതിയിട്ടുള്ളത് കണ്ടോ. ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ബീം സെക്ഷൻ F = എന്തായിരിക്കും? ഈ കണ്ടുപിടിച്ച് വെച്ചാൽ എന്ത് ചെയ്തു? നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു 10 ലെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 ലെയറും കൂട്ടുമ്പോഴാണല്ലോ ടോട്ടൽ ഫോഴ്സ് കിട്ടുന്നത്. സോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഇതേപോലുള്ള എല്ലാ ലെയറിനെ ഫോഴ്സിനെ പരസ്പരം കൂട്ടുന്നു. സോ ഇൻ്റഗ്രൽ ഓഫ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഭാഗം EY/R ഇൻറ്റു DA അല്ലേ. അതിൽ E/R എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻ്റഗ്രൽ സിമ്പിളിൻ്റെ പുറത്തേക്ക് നമ്മൾ കോൺസ്റ്റൻറ്റിനെ മാറ്റി. E/R ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് y ഇൻറ്റു DA. ഓക്കെ, ഇനി പ്യുവർ ബെൻഡിങ്ങിൻ്റെ കേസിൽ ഒരു കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായിരിക്കും? അവിടുത്തെ ഫോഴ്സ് 0 ആയിരിക്കും. എന്ത് ഫോഴ്സ്? ഷിയർ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഈ എൻ്റയർ ടൈം ശരിക്കും പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. പ്യുവർ ബെൻഡിങ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് 0 ആയിരിക്കണം. സോ നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് എന്താണ്? ഷിയർ ഫോഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഷിയർ ഫോഴ്സ് F = E/R ഇൻറ്റു ഇൻ്റഗ്രൽ YDA = എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഒരിക്കലും തന്നെ 0 ആവത്തില്ല. 0 ആവുന്നത് എന്തായിരിക്കും? ഈ ഇൻ്റഗ്രലിന് അപ്പുറത്തോട്ടുള്ള ടൈം ആയിരിക്കും 0 ആവുന്നത്. ഇൻ്റഗ്രൽ ഓഫ് YDA ആയിരിക്കും 0 ആവുന്നത്. അതാണ് നെക്സ്റ്റ് ടൈമിൽ ഇൻ്റഗ്രൽ ഓഫ് y ഇൻറ്റു DA = 0 എന്ന് എഴുതാനായിട്ട് കാരണം. അതേസമയം തന്നെ കോൺസ്റ്റൻറ്റ് 0 ആവത്തില്ല. E/R ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇനി മൊമെൻ്റ് ഓഫ് എൻ്റയർ ഏരിയ എബൌട്ട് NA. അങ്ങനെയാണെങ്കിൽ NA എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിസിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ മൊമെൻ്റ് ഓഫ് എനി ഏരിയ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻട്രോയിഡ്, അതും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറയുകയുണ്ടായിരുന്നു അല്ലേ. ഈ കാണിച്ചിരിക്കുന്നത് എന്ത് ഭാഗമാണ്? ട്രാൻസ്വേഴ്സ് ഭാഗമാണ് അല്ലേ. നിങ്ങളൊരു ബീം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രെഡ്ത്ത് സെക്ഷൻ വരുന്ന ഭാഗം അല്ലേ ട്രാൻസ്വേഴ്സ് ഏരിയ ആണ്, അല്ലെങ്കിൽ സൈഡ് വ്യൂ ആണ് ബീമിൻ്റെ കാണിച്ചിരിക്കുന്നത്. NA എന്ന് പറയുന്നത് എന്തായിരുന്നു? ന്യൂട്രൽ ആക്സിസ് ആയിരുന്നു.
ആ ന്യൂട്രൽ ആക്സിസിന് മുകളിലേക്ക് വരുന്തോറും അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സസ് എന്തായിരിക്കും? ഒരു ബീമ ബെൻഡ് ചെയ്യുന്ന സമയത്ത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ ഏറ്റവും ടോപ്പിലുള്ള ലെയറിനായിരിക്കും. അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കംപ്രസീവ് സ്ട്രെസ് കുറയും, വീണ്ടും താഴത്തേക്ക് വരുമ്പോൾ കംപ്രസീവ് സ്ട്രെസ് കുറയും. അങ്ങനെ കുറഞ്ഞ് ന്യൂട്രൽ ഏരിയ, ന്യൂട്രൽ ആക്സിസ് എന്നെ വരുമ്പോഴേക്കും കംപ്രസീവ് സ്ട്രെസ് ഇല്ലാതാവുന്നു. അതിനുശേഷം അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും അനുഭവപ്പെടുന്നത്, അല്ലേ? അതിന് തൊട്ട് താഴെ വരുമ്പോൾ വീണ്ടും ടെൻസൈൽ ഫോഴ്സ് കൂടുന്നു. കൂടി ഏറ്റവും താഴെ ആയിരിക്കുമ്പോൾ ഏറ്റവും മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഡ്യൂ ടു ദീസ് സ്ട്രെസ്സസ് ഫോഴ്സസ് വിൽ ബി ആക്ടിങ് ഓൺ ദ ലെയേഴ്സ്, അല്ലേ? അപ്പോൾ എന്നേക്ക് മുകളിൽ അനുഭവപ്പെടുന്നത് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് അനുഭവപ്പെടുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലാണ്. അതുപോലെ എന്നേക്ക് താഴേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സസ് ടെൻസൈൽ ഫോഴ്സസ് ആണ്. ഏറ്റവും കൂടുതൽ ടെൻസൈൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഏറ്റവും താഴത്തെ ലെയറിൽ ആണ്. അപ്പോൾ ഓരോ ലെയറിലും ഈ സ്ട്രെസ്സസ് കാരണം ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇതിപ്പോൾ ഒരു 10 ലെയർ ഉണ്ടെന്ന് ചോദിക്കാം. 10 ലെയറിലും എന്തുണ്ടാകും? ഫോഴ്സസ് അനുഭവപ്പെടുന്നുണ്ടാകും. നമുക്കറിയാം ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? മൊമെൻ്റ് ഉണ്ടാവും. മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെയാണ് ഈ ലെയർ എടുക്കുന്നതെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ്, അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ലെയറിൻ്റെയും ഫോഴ്സ് ഇൻറ്റു എന്നയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലെയറിനും ഇത്തരത്തിൽ മൊമെൻറ്റുകൾ അനുഭവപ്പെടുന്നുണ്ടാകും വിത്ത് റെസ്പെക്ട് ടു ഏത് ആക്സിസ് ആണ്? എൻ എ ആക്സിസ്, അല്ലേ? അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ എടുക്കുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻറ്റു അവിടെ തൊട്ട് എൻ എ വരെയുള്ള ദൂരം, അതാണ് അതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അതിന് തൊട്ട് താഴെയുള്ള ലെയർ എടുക്കുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻറ്റു ആ പർട്ടിക്കുലർ ലെയർ തൊട്ട് എൻ എ വരെയുള്ള ദൂരം, അല്ലേ? അപ്പോൾ ഓരോ ലെയറിലും ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഓരോ ലെയറിലും എൻ എ എന്ന് പറയുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ലെയറിലും അനുഭവപ്പെടുന്ന മൊമെൻറ്റിൻ്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? അതായത് എല്ലാ ലെയറിലും അനുഭവപ്പെടുന്ന മൊമെൻറ്റിൻ്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ, അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എൻ എ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ബെൻഡിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ബെൻഡിങ് ഇക്വേഷൻ ആണ് താഴെയായിട്ട് കാണിച്ചിട്ടുള്ളത്. ഏതാ? M/I ഈസ് ഈക്വൽ ടു E/R ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമുലയാണ്. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ബെൻഡിങ് ഇക്വേഷൻ? M/I ഈസ് ഈക്വൽ ടു E/R ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ. ഓക്കെ, ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ബീമിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ തന്നെ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. എൻ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആയിരുന്നു. ആ ന്യൂട്രൽ ആക്സിസിൽ നിന്നും വൈ ഡിസ്റ്റൻസ് മുകളിലായിട്ട് ഡി എ എന്നുള്ള ഒരു ഏരിയ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? നമുക്കറിയാം, സ്ട്രെസ് is equal to ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ, അഥവാ സിഗ്മ is equal to F by A. അങ്ങനെയാണെങ്കിൽ F is equal to എന്തായിരിക്കും? സിഗ്മ ഇൻറ്റു എ ആയിരിക്കും. കണ്ടോ? അപ്പോൾ F is equal to സിഗ്മ ഇൻറ്റു ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡി എ ആണ്. സോ ഏരിയയുടെ ഭാഗത്ത് ഡി എ ഇടാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. F is equal to സിഗ്മ ഇൻറ്റു ഡി എ. ഇനി സിഗ്മയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? EY/R. സോ ആ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F is equal to EY/R ഇൻറ്റു ഡി എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി. പക്ഷെ ഫോഴ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? നമുക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? മൊമെൻ്റ് ആണ്. സോ മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എന്ത് ഡിസ്റ്റൻസ് ആണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഡി എ എന്നുള്ളൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മൊമെൻ്റ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? ഡി എയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എവിടം തൊട്ട് എവിടം വരെ? ഈ ഡി എ തൊട്ട് എൻ എ എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിസ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അഥവാ വൈ. ക്ലിയർ ആയോ? അപ്പോൾ ഡി എയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ഇൻറ്റു എൻ എ വരെ ഉള്ള ഡിസ്റ്റൻസ്, അതായത് വൈ. അതാണെന്ത്? ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഓൾറെഡി നിങ്ങളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? EY/R ഇൻറ്റു ഡി എ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഈ ഡി എ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം എത്രയാ? വൈ ആണ്. സോ E/R ഇൻറ്റു വൈ ഇൻറ്റു ഡി എ ഇൻറ്റു വൈ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ ബ്രാക്കറ്റിന് പുറത്തൊരു വൈ ഉണ്ട്, ബ്രാക്കറ്റിനകത്തൊരു വൈ ഉണ്ട്. സോ വൈ ഇൻറ്റു വൈ ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? വൈ സ്ക്വയർ ആയിട്ട് വരും. അപ്പോൾ E/R ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് എന്താണ്?
ഈ ഡി എ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ലെയറിൽ അനുഭവപ്പെടുന്ന മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. ഇത്തരത്തിൽ ഒരുപാട് ഡി എ ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഈ വാല്യൂവിനെ അതിൻ്റെ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ മൊമെന്റ് എം എസ് ഈക്വൽ ടു സിഗ്മ അല്ല, ഇൻ്റഗ്രൽ ഓഫ് ഇ ബൈ ആർ ഇൻറ്റു ഈ കണ്ടുപിടിച്ച വാല്യൂവിനെ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇ ബൈ ആർ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. അതിൽ ഇ ബൈ ആർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇൻ്റഗ്രൽ സൈനിൻ്റെ പുറത്തേക്ക് കോൺസ്റ്റന്റിനെ എടുത്തിട്ടു. ഇ ബൈ ആർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. ഓക്കെ. അപ്പോൾ ഈ വൈ സ്ക്വയർ ഓഫ് ഡി എ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഐ എന്ന് പറയുന്ന ടേമാണ്. അതിന് നമ്മൾ മറ്റൊരു പേര് വിളിക്കേണ്ടായിരുന്നു. എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇൻ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് ഐ അഥവാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഐ എന്ന് വരും. ഓക്കെ. അതിൽ നിന്നാണ് നമ്മൾ ഈ ഫൈനൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ? എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻഡിങ് ഇക്വേഷൻ എന്ന് ഇടയ്ക്ക് ചിലപ്പോൾ പാർട്ട് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പാർട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പാർട്ട് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. പാർട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഇക്വേഷൻ എഴുതണം. ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റ്. ഐ എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇ എന്ന് വെച്ചാൽ യങ്സ് മോഡലസ് അഥവാ മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. സിഗ്മ എന്ന് വെച്ചാൽ ബെൻഡിങ് സ്ട്രെസ് ആണ്. അതുപോലെ വൈ എന്ന് പറയുന്നത് എന്താണ്? ഈ എൻ എ തൊട്ട് ഡി എ വരെയുള്ള ദൂരം. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ പഠിക്കുകയുണ്ടായി. ആ ഇക്വേഷൻ എപ്പോഴാണ് നമുക്ക് ബാധകമായിട്ട് വരുന്നത്? കണ്ടീഷൻസ് ഓഫ് സിമ്പിൾ ബെൻഡിങ്. എപ്പോഴാണ്? ഓൺലി ആപ്ലിക്കബിൾ ടു എ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റ് ടു കോൺസ്റ്റന്റ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് സീറോ ഷിയർ ഫോഴ്സ്. അതായത് ഇക്വേഷൻ എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്? കോൺസ്റ്റന്റ് ബെൻഡിങ് മൊമെന്റ് ആയിരിക്കണം. ആ ബീമിൽ തുടക്കം തൊട്ട് അവസാനം വരെ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. കൂടാനോ കുറയാനോ പാടില്ല. ഒരേപോലെയുള്ള വാല്യൂ ആയിരിക്കണം. ഒരേപോലത്തെ ബെൻഡിങ് മൊമെന്റ് ആയിരിക്കണം. അതേപോലെ അവിടെ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സീറോ ഷിയർ ഫോഴ്സ് ആയിരിക്കണം. സീറോ ഷിയർ ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ. ഈ ഒരു കണ്ടീഷൻ പാലിക്കപ്പെടുന്ന ഇടങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താണ്? ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഷിയർ ഫോഴ്സ് സീറോ ആയിരിക്കണം അല്ലേ. ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ച സമയത്ത് ഞാൻ പറയുകയുണ്ടായിരുന്നു, ഷിയർ ഫോഴ്സ് സീറോ ആയിരിക്കുന്ന സ്ഥലത്ത് ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? മാക്സിമം വാല്യൂ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷൻസ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഷിയർ ഫോഴ്സ് സീറോ ആയിരിക്കണം. ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് സെക്ഷൻ മോഡുലസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സെക്ഷൻ മോഡുലസ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എൻ എ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ന്യൂട്രൽ ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് അല്ലേ. നമ്മൾ വൈ എന്ന് നേരത്തെ പറയുകയുണ്ടായി. ആ വൈ ആണ് ഉദ്ദേശിക്കുന്നത്. എവിടം തൊട്ട് എവിടം വരെ? ഏറ്റവും ടോപ്പിലുള്ള ലെയർ തൊട്ട് ന്യൂട്രൽ ആക്സിസ് വരെ ആവാം. അതല്ലെങ്കിലോ ഏറ്റവും അടിയിലുള്ള ലെയർ തൊട്ട് ന്യൂട്രൽ ആക്സിസ് വരെ ആവാം. അതായത് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ മാക്സ് ആയിരിക്കും. മുകളിൽ ഏറ്റവും ടോപ്പിലെ ലെയറിൽ അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? കംപ്രഷൻ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ ഏറ്റവും താഴെയുള്ള ലെയറിൽ അനുഭവപ്പെടുന്നത് എന്താണ്? ടെൻസൈൽ ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ചുരുക്കി നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡ് ബൈ വൈ മാക്സ് എന്ന് എഴുതാം. ഇസഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സെക്ഷൻ മോഡുലസ്. അതുപോലെ ഐ എന്ന് വെച്ചാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ്. വൈ മാക്സ് എന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർ ലെയർ തൊട്ട് സെൻട്രൽ ആക്സിസ് വരെയുള്ള ദൂരം. ഇപ്പോൾ ഏറ്റവും ടോപ്പ് തൊട്ട് താഴെയുള്ള സെൻറ്റർ വരെയുള്ള ദൂരം, അതല്ലെങ്കിലോ ഏറ്റവും താഴെയുള്ള ലെയർ തൊട്ട് ഏറ്റവും സെൻറ്റർ വരെയുള്ള ദൂരം, അതാണ് വൈ മാക്സ്. അതുപോലെ എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ നമ്മൾ ആദ്യം ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ആണ് അല്ലേ. അത് നമ്മൾ എടുത്ത് എഴുതുകയാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ മാക്സ് അല്ലേ. അവിടെ അനുഭവപ്പെടുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് സിഗ്മ മാക്സ് എന്ന് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ വൈ മാക്സ് അല്ലേ. ഔട്ടർ മോസ്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ തൊട്ട് സെൻറ്റർ വരെയുള്ള ദൂരം, അതല്ലെങ്കിലോ ഏറ്റവും ബോട്ടം മോസ്റ്റ് ലെയർ തൊട്ട് സെൻറ്റർ വരെയുള്ള ദൂരം, അതാണ് വൈ മാക്സ്. അങ്ങനെ എഴുതാം.
അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എമ്മിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കിട്ടും. ഐനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എം സീക്കൽ ടു സിഗ്മ മാക്സ് ഇൻറ്റു ഐ ബൈ വൈ മാക്സ് എന്ന് വരും അല്ലേ. ഈ ഐ ബൈ വൈ മാക്സ് എന്താണ്, ഇവിടെ ഇസഡ് എന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. സോ എം സീക്കൽ എന്ത് വരും, ഇസഡ് മാക്സ് ഇൻറ്റു ഇസഡ് എന്ന് വരും. ഇക്വേഷനൊക്കെ മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൻ മോഡുലസ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇക്വേഷൻ എന്തായിരുന്നു, ഐ ബൈ വൈ മാക്സ്, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ന്യൂട്രൽ ആക്സിസ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ഔട്ടർ മോസ്റ്റ് ലെയർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അങ്ങനെ എഴുതാമെങ്കിൽ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. ഓരോ തരത്തിലുള്ള ബീംസിലും അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന മൊമെന്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ എന്താണ്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത് കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു നോർമൽ ബീം കാണിച്ചിട്ടുണ്ട്. ആ ബീമിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഡബ്ല്യു ലോഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം എക്സാക്ട് സെൻറ്റർ ആയതുകൊണ്ട് ടോട്ടൽ ലെങ്ത് ബീമിൻ്റെ എൽ ആണെങ്കിൽ L/2 ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ തൊട്ട് സെൻറ്റർ വരെ, അതുപോലെ റൈറ്റ് മോസ്റ്റ് പോർഷൻ തൊട്ട് സെൻറ്റർ വരെയും L/2 ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി ഇത് ഡിഫ്ലക്ഷൻ സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഭാഗമാണ് ഇത്തരത്തിൽ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ലോഡിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബീം വളയും. ബീം വളഞ്ഞ് ഇതുപോലെ ഡോട്ടഡ് ആയിട്ട് ഈ ഡോട്ടഡ് ഷേപ്പിലേക്ക് രൂപാന്തരപ്പെടും. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ഷേപ്പ് എന്തായിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ പോലെയായിരുന്നു അല്ലേ, സ്ട്രെയിറ്റ് പോർഷൻ ആയിരുന്നു. ഫൈനൽ ഷേപ്പ് ഇത്തരത്തിൽ ഒരു കർവേച്ചർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ദൂരം, അതിനാണ് ഡിഫ്ലക്ഷൻ YC എന്ന് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഭാഗം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് WL³ ഡിവൈഡ് ബൈ 48 ഇൻറ്റു EI. W എന്ന് വെച്ചാൽ ഇവിടെ അനുഭവപ്പെടുന്ന ലോഡായിരിക്കും. L എന്ന് വെച്ചാൽ എന്താണ്, ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. അതുപോലെ E എന്ന് വെച്ചാൽ എന്തായിരിക്കും, യങ്സ് മോഡുലസ് അഥവാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതുപോലെ I എന്ന് വെച്ചാൽ എന്തായിരിക്കും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ബീമാണ് ഈ സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്, എക്സാക്ട് സെൻറ്ററിൽ ലോഡ് കൊടുക്കുന്നതിന് പകരം എയിൽ നിന്നും ഡിസ്റ്റൻസ് വലത്തോട്ട് മാറിയിട്ട് ലോഡ് കൊടുത്തു. അതായത് ബീമിൻ്റെ എക്സാക്ട് സെൻറ്ററിലല്ല, സെൻറ്ററിൽ നിന്നും കുറച്ച് ദൂരം വലത്തോട്ട് മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡിസ്റ്റൻസാണ് എ തൊട്ട് C വരെയുള്ള ദൂരം A, അതുപോലെ C തൊട്ട് B വരെയുള്ള ദൂരം സ്മോൾ ലെറ്റർ B. ഇത്തരത്തിലാണ് ലോഡ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, YC = WA²B² ഡിവൈഡ് ബൈ 3 ഇൻറ്റു EIL ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കുമ്പോൾ അവിടെ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു UDL ആണ് അല്ലേ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് കാണാനായിട്ട് സാധിക്കുന്നത്. തുടക്കം തൊട്ട് തീരുന്നവരെ ഒരേപോലത്തെ ലോഡാണ്. ഈ ഒരു UDLൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന മൊമെന്റ് എന്ന് പറയുന്നത് W ഇൻറ്റു L² ഡിവൈഡ് ബൈ 8 ആണ്. അതുപോലെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ അല്ലേ, എത്രമാത്രം ദൂരം താഴേക്ക് മടങ്ങി അല്ലെങ്കിൽ വളഞ്ഞു, എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, YC = 5/384 ഇൻറ്റു WL³ ഡിവൈഡ് ബൈ EI. അങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാൻഡിലിവർ ബീം കാണാനായിട്ട് സാധിക്കും. ഒരു സൈഡ് മാത്രം ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡ് ഫ്രീ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാൻഡിലിവർ ബീമിൻ്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് കോർണറിലായിട്ടാണ് ലോഡ് കൊടുക്കുന്നതെങ്കിൽ അല്ലേ, ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഏറ്റവും റൈറ്റ് മോസ്റ്റ് കോർണറിൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ YB അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ = WL³ ഡിവൈഡ് ബൈ 3 ഇൻറ്റു EI ആയിരിക്കും. അതുപോലെ മൊമെൻറ്റ് ഈ = W ഇൻറ്റു L ആയിരിക്കും. ഇനി ക്യാൻഡിലിവർ ബീം തന്നെ ഇവിടെ പോയിന്റ് ലോഡ് കൊടുക്കുന്നതിന് പകരം UDL ആണ് കൊടുത്തേക്കുന്നത്. ഒരു ബീമിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേപോലത്തെ ലോഡ് UDL ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻ WL⁴ ഡിവൈഡ് ബൈ 8 ഇൻറ്റു EI ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതിന് ഫർദർ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്മോൾ W ആണ് അല്ലേ. നമ്മൾ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ W കൺവേർട്ട് ചെയ്യുമ്പോൾ W ഇൻറ്റു L³ ഡിവൈഡ് ബൈ 8 ഇൻറ്റു EI എന്നായിരിക്കും ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സ്മോൾ W ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് UDLൻ്റെ ഓരോ യൂണിറ്റ് സെൻറ്റിമീറ്ററിലും അനുഭവപ്പെടുന്ന ലോഡാണ് സ്മോൾ W. ടോട്ടൽ ലോഡാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ, ഈ ബീമിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ലോഡാക്കി കൺവേർട്ട് ചെയ്യുമ്പോഴാണ്, ക്യാപിറ്റൽ W കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ക്യാപിറ്റൽ W ഇൻറ്റു L³ ഡിവൈഡ് ബൈ 8 ഇൻറ്റു EI. അതുപോലെ ഇവിടെ അനുഭവപ്പെടുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഈ = എന്തായിരിക്കും, സ്മോൾ W ഇൻറ്റു L² ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, സിമ്പിൾ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിരിക്കണം. M/I = σy, y = E/R. ഓക്കെ, M എന്ന് വെച്ചാൽ എന്തായിരുന്നു, ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ്.
ഐ എന്ന് വെച്ചാൽ എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എൻ എ. സിഗ്മ എന്ന് വെച്ചാൽ എന്താണോ? ബെൻഡിങ് സ്ട്രെസ്. വൈ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ന്യൂട്രൽ ആക്സിസിൽ നിന്നും ആ ലെയറിലേക്കുള്ള ദൂരം. ഇ എന്ന് വെച്ചാൽ എന്താണ്? യങ്സ് മോഡുലസ്. ആർ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രൽ ലെയറിന്റെ റേഡിയസ്. ഓക്കെ, ഈ ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. സിമ്പിൾ ബെൻഡിങ് ഇക്വേഷൻ. പാർട്ട് എ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, അതല്ലെങ്കിൽ പാർട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. പാർട്ട് സി ക്വസ്റ്റ്യൻ ആയിട്ട് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെക്ഷൻ മോഡുലസ് ഇസഡ് ഇസിക്കൽ ടു എന്താണ്? ഇത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇസഡ് ഇസിക്കൽ ടു ഐ ബൈ വൈ മാക്സ് അല്ലേ? ഐ എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, വൈ മാക്സ് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലുള്ള ലെയർ തൊട്ട് സെൻറ്റർ വരെയുള്ള ദൂരം, സെൻറ്റർ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ദൂരം. അതല്ലെങ്കിലോ ഏറ്റവും ബോട്ടം ലെയർ തൊട്ട് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ദൂരം, അതാണ് വൈ മാക്സ്. ഇത് അറിഞ്ഞിരിക്കുക. ഇസഡ് ഇസിക്കൽ ടു ഐ ബൈ വൈ മാക്സ്. ഇസഡിനെ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൊമെന്റ് മാക്സിമം ഡിവൈഡ് ബൈ സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ മാക്സ് എന്നും എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈക്വേഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ടോപ്പിക് കോളംസ് ആൻഡ് സ്ട്രെസ്. ഇത്ര നേരം ബീമിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ലോഡ് താങ്ങി നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ബീമുകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോളംസിനെ കുറിച്ചും സ്ട്രട്സിനെ കുറിച്ചിട്ടുമാണ്. Column is the vertical member of the structure and its both ends are fixed rigidly while subjected to axial compressive load. അല്ലേ? അതൊരു സ്ട്രക്ചറിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെയാണ് കോളം എന്ന് വിളിക്കുന്നത്. ഈ ലോഡ് താങ്ങി നിർത്തുന്ന ബീമാണെങ്കിൽ ഈ ബീമിനെയും താങ്ങി നിർത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വെർട്ടിക്കൽ മെമ്പറാണ് എന്ത്? കോളം. അതിന് രണ്ട് സൈഡും ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, റിജിഡ്ലി ഫിക്സ്ഡ് ആയിരിക്കും. ഈ കോളമിൽ അനുഭവപ്പെടുന്ന ലോഡുകൾ എന്തായിരിക്കും? കംപ്രസീവ് ലോഡായിരിക്കും. നിങ്ങൾക്കറിയാം, ഒരു ബീമിനെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് തൂണ് കൊടുക്കുകയാണെങ്കിൽ ആ തൂണിനെ നമുക്ക് എന്ത് വിളിക്കാം? കോളം എന്ന് വിളിക്കാം അല്ലേ? ആ തൂണ് ഈ ബീമിൻ്റെ ലോഡ് താങ്ങി നിർത്തുന്നു അല്ലേ? സോ അവിടെ അനുഭവപ്പെടുന്നത് എന്ത് ലോഡായിരിക്കും? കംപ്രസീവ് ലോഡായിരിക്കും കോളത്തിൽ അനുഭവപ്പെടുന്നത്. ഇനി സ്ട്രറ്റ് ആണെങ്കിലോ? സ്ട്രറ്റ് ഈസ് ദ മെമ്പർ ഓഫ് സ്ട്രക്ചർ വിച്ച് ആർ നോട്ട് വെർട്ടിക്കൽ ആൻഡ് വൺ ഓർ ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് ഓർ പിൻ ജോയിന്റ്. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടായിരിക്കും ഇരിക്കുക അല്ലേ? ബീം ഹൊറിസോണ്ടലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോളം വെർട്ടിക്കലായിട്ടിരിക്കും. പക്ഷേ സ്ട്രറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പർ ആയിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വീടുകളുടെ മുകളിലൊക്കെ ചെയ്തിട്ടുള്ള ആസ്പെറ്റോസിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് അല്ലേ, അതെല്ലാം തന്നെ എന്താണ്? സ്ട്രറ്റുകളാണ്. വെർട്ടിക്കലാവണമെന്ന് നിർബന്ധമില്ല, ചെരിച്ചു കൊടുക്കാം അല്ലേ? അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഫിക്സ്ഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഭാഗം ഹിഞ്ച്ഡ് ആവാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ സ്ട്രറ്റ് എന്ന് വിളിക്കുന്നത്. ക്രിട്ടിക്കൽ ലോഡ് ഓർ ബക്ലിംഗ് ലോഡ് ഓർ ക്രിപ്ലിംഗ് ലോഡ്. മാക്സിമം ആക്സിയൽ കംപ്രസീവ് ലോഡ് വിച്ച് എ കോളം ക്യാൻ ടേക്ക് വിത്തൗട്ട് ഫെയിലിയർ. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ലോഡ്? അതിൻ്റെ ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോളത്തിന് ഏറ്റെടുക്കാൻ സാധിക്കുന്ന മാക്സിമം കംപ്രസീവ് ലോഡിനെയാണ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് വിളിക്കുന്നത് അല്ലേ? അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? വിത്തൗട്ട് ഫെയിലിയർ. ഓക്കെ, അതായത് ആ കോളം തകരാതെ അതിന് ഏറ്റെടുക്കാൻ സാധിക്കുന്ന മാക്സിമം ലോഡ്, മാക്സിമം കംപ്രസീവ് ലോഡിനെയാണ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് വിളിക്കുന്നത്. ഈ ക്രിട്ടിക്കൽ ലോഡിനെ പറയുന്ന മറ്റൊരു പേരാണ് ബക്ലിംഗ് ലോഡ്. അതേപോലെ തന്നെ അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രിപ്ലിംഗ് ലോഡ്. അപ്പോൾ ഈ പല പല പേരുകളിൽ ഇതിനെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ക്രിട്ടിക്കൽ ലോഡ് എന്നായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ബക്ലിംഗ് ലോഡ് എന്നായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ക്രിപ്ലിംഗ് ലോഡ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരേ കാര്യം തന്നെയാണ്. എന്താണ്? ആ കോളത്തിന് ഏറ്റെടുക്കാൻ സാധിക്കുന്ന മാക്സിമം ലോഡിനെയാണ് ക്രിട്ടിക്കൽ ലോഡ് അഥവാ ബക്ലിംഗ് ലോഡ് അഥവാ ക്രിപ്ലിംഗ് ലോഡ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇഫക്റ്റീവ് ലെങ്ത് ഓർ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോളത്തിൻ്റെ ലെങ്ത് അല്ലേ? ഇറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ആൻ ഇക്വലന്റ് കോളം ഓഫ് സെയിം മെറ്റീരിയൽ ആൻഡ് ക്രോസ് സെക്ഷൻ വിത്ത് ഹിഞ്ച്ഡ് എൻഡ്സ് ആൻഡ് ഹാവിംഗ് ദ വാല്യൂ ഓഫ് ബക്ലിംഗ് ലോഡ്. അതായത് നമ്മളവിടെ എടുത്തിട്ടുള്ള കോളത്തിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെയാണ് ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വിളിക്കുന്നത് അല്ലേ? ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് താങ്ങാൻ സാധിക്കുന്ന കോളത്തിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് ഇഫക്റ്റീവ് ലെങ്ത്. അതുപോലെ ലാസ്റ്റ് പോയിന്റാണ് സ്ലെൻഡർനെസ് റേഷ്യോ. It is the ratio of length of the column to least radius of gyration of cross sectional area of column. അതായത് ആ കോളത്തിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ചെയ്യുകയാണെങ്കിൽ ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, ലെങ്ത് ഓഫ് ദ കോളം ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതിനാണ് എന്ത് വിളിക്കുന്നത്? സ്ലെൻഡർനെസ് റേഷ്യോ. ടൈപ്സ് ഓഫ് കോളംസ്. പലതരത്തിലുള്ള കോളംസ് ഉണ്ട്. മെയിൻലി മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഷോർട്ട് കോളം. ഷോർട്ട് കോളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? ആ കോളത്തിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് മീഡിയം കോളം. മീഡിയം കോളം എന്ന് പറയുമ്പോൾ ഒരുപാട് ഷോർട്ടല്ല, ഒരുപാട് ലെങ്ത് കൂടുതലുമല്ല, ഇടയിലായിട്ട് നിൽക്കുന്നത് മീഡിയം സെക്ഷൻ വരുന്നതാണ് മീഡിയം കോളം.
ലെങ്ത് കൂടിയ കോളമാണ് എന്ത്? ലോങ് കോളം. ഈ ഓരോ കോളത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഷോർട്ട് കോളം. ഫെയിലിയർ മേ ഒക്കർ ഡ്യൂ ടു ഡയറക്റ്റ് ക്രഷിംഗ് ഓൺലി. ഷോർട്ട് കോളത്തിൻ്റെ പ്രത്യേകത എന്താണ്? കോളത്തിൻ്റെ ലെങ്ത് ചെറുതായിരിക്കും. ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ അവിടെ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് എന്തുകൊണ്ട് മാത്രമേ ഉള്ളൂ? ഡയറക്റ്റ് ക്രഷിംഗ് ഓൺലി. കൂടുതൽ ലോഡ് വന്ന് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് മാത്രമേ ഉള്ളൂ. ഫെയിലിയർ ആവാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് 32-ൽ കുറവായിരിക്കും. അപ്പോൾ ലെങ്ത് ഡിവൈഡ് ബൈ ഡയാമീറ്റർ റേഷ്യോ, ലെങ്ത് ടു ഡയാമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 8-ൽ കുറവായിരിക്കും. ബക്ലിംഗ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ. ഓക്കെ, ഈ കോളം വളയാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ, അതിനാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ബീമിൻ്റെ ബക്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബീമിൽ സെൻറ്ററിൽ ലോഡ് കുറയ്ക്കാൻ ബീം വളയുകയാണെങ്കിൽ ആ ബീമിൻ്റെ ബക്ലിംഗ് ആയി. അതുപോലെ ഈ കോളത്തിൻ്റെ ലെങ്ത് കൂടുന്തോറും ബക്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ത് ചെയ്യും? കൂടി വരും. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള കോളം ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ബക്ലിംഗ് ഉണ്ടാവുന്നത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. കോളം ഓൾവേസ് സബ്ജക്റ്റ് ടു ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ഓൺലി. അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കംപ്രസീവ് ഫോഴ്സ്, കംപ്രസീവ് സ്ട്രെസ് മാത്രമേ അവിടെ അനുഭവപ്പെടുന്നുള്ളൂ. ഇനി മീഡിയം കോളത്തിലേക്ക് വരുന്ന സമയത്തോ, ഫെയിലിയർ മേ ഒക്കർ പാർഷ്യലി ഡ്യൂ ടു ക്രഷിംഗ് ആൻഡ് പാർഷ്യലി ഡ്യൂ ടു ബക്ലിംഗ്. അപ്പോൾ ഈ കോളം രണ്ട് തരത്തിൽ ഫെയിലായി പോവാം. ഫെയിലിയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ ലോഡ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരാം. രണ്ട് കാരണം കൊണ്ടാണ്. എന്തൊക്കെയാ? ക്രഷിംഗ് മൂലം, അതുകൂടാതെ ബക്ലിംഗ് മൂലം. മുകളിൽ ക്രഷിംഗ് മാത്രമേ സംഭവിച്ചിരുന്നുള്ളൂ അല്ലേ, ബക്ലിംഗ് സംഭവിച്ചിരുന്നില്ല, വളരെ കുറവാണെന്ന് പറഞ്ഞിരുന്നു. മീഡിയം കോളത്തിൽ ലെങ്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ബക്ലിംഗ് മൂലം, അതായത് കോളം വളഞ്ഞും ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ക്രഷിംഗ് ലോഡ് മൂലം ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടുത്തെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 32-നും 120-നും ഇടയിലായിരിക്കും. അതുപോലെ ലെങ്ത് ടു ഡയാമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് 8 തൊട്ട് 10 വരെ ആവാം. ഇനി ലാസ്റ്റ് കോളമാണ് ലോങ് കോളം. ലോങ് കോളത്തിൽ പ്യുവർലി ഫെയിലിയർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ബക്ലിംഗ് മൂലമായിരിക്കും അല്ലേ. ലെങ്ത് കൂടുന്തോറും നിങ്ങൾക്കറിയാം അവിടെ ബക്ലിംഗ് അല്ലെങ്കിൽ ബെൻഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ബെൻഡ് മൂലമായിരിക്കും ഇവിടെ ഫെയിലിയർ സംഭവിക്കുന്നത്. ഇവിടുത്തെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 120-നേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ ലെങ്ത് ടു ഡയാമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് 30-നേക്കാളും കൂടുതലായിരിക്കും. യൂളേഴ്സ് ഇക്വേഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ്. ഇനി ഓരോ ടൈപ്പ് കോളം എടുക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. രണ്ട് സൈഡും ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കോളത്തിൻ്റെ എങ്കിൽ അതിൻ്റെ ആക്ച്വൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ L സ്ക്വയർ ആയിരിക്കും. അതുപോലെ ഇഫക്റ്റീവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ LE സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇഫക്റ്റീവ് ലെങ്ത്തും ആക്ച്വൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. L ഈക്വൽ ടു L, രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ്, വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ ഈസ് ഫ്രീ. ഒരു സൈഡ് ഫിക്സ് ചെയ്ത് വെച്ചു, മറ്റേ സൈഡ് ഫ്രീ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ 4 L സ്ക്വയർ. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ലെങ്ത് ആണെങ്കിൽ പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ LE സ്ക്വയർ. ഇവിടെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്തിൻ്റെ 2 ഇരട്ടി ആയിരിക്കും. ഇനി രണ്ട് എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ 4 പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ L സ്ക്വയർ. ഇഫക്റ്റീവ് ലെങ്ത് ആണെങ്കിൽ പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ LC സ്ക്വയർ. അതുപോലെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് നോർമൽ ലെങ്തിൻ്റെ പകുതി ആയിരിക്കും. ഇനി ലാസ്റ്റ് കണ്ടീഷൻ, വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ഈസ് ഹിഞ്ച്ഡ്. ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചു, മറ്റേ എൻഡ് ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ 4 പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ L സ്ക്വയർ ആയിരിക്കും. അതുപോലെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് പൈ സ്ക്വയർ EI ഡിവൈഡ് ബൈ LE സ്ക്വയർ ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് നോർമൽ ലെങ്ത് ഡിവൈഡ് ബൈ √2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് മൊഡ്യൂളിൻ്റെ ആദ്യത്തെ 2 സെക്ഷനേക്കാൾ കുറച്ച് ടഫറാണ്. അപ്പോൾ ഇവിടുത്തെ തിയറി നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇക്വേഷൻസ് നിങ്ങൾക്ക് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, അതുപോലെ സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ, അതൊക്കെ നോക്കിയിട്ട് പോവുക. തിയറി പോർഷൻസ് പഠിച്ചിട്ട് പോവുക. പ്രോബ്ലംസ് കഴിയുന്നതും അതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ 2 സെക്ഷൻ, അവിടുത്തെ ഷാഫ്റ്റിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ UDL, അതുപോലെ തന്നെ പോയിന്റ് ലോഡിൻ്റെ ഒക്കെ രണ്ടാമത്തെ സെക്ഷൻ്റെ പ്രോബ്ലം, അതൊക്കെ ചെയ്താൽ മതി. ഈ ഒരു സെക്ഷനിൽ നിന്ന് കഴിവതും തിയറി മാത്രം നോക്കിയിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഇവിടുത്തെ പ്രോബ്ലംസ് കുറച്ചും ടഫർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. യൂളേഴ്സ് കോളം തിയറി പ്രകാരം ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുന്നതിന് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അസംഷൻസ് ഇതും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ദ കോളം ഈസ് ഇനിഷ്യലി പെർഫെക്റ്റ് സ്ട്രൈറ്റ് ആൻഡ് ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിയലി. നമുക്കറിയാം ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ കോളത്തിന് യാതൊരു വിധത്തിലുള്ള ബക്കിളിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ലോഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമേ അവിടെ ബക്കിളിങ് സംഭവിക്കാൻ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് അസംഷൻ. രണ്ടാമത്തെ, ക്രോസ് സെക്ഷൻ ഓഫ് കോളം ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. ഈ കോളത്തിൻ്റെ ലെങ്ത് ആയിക്കോട്ടെ ബ്രെഡ്ത്ത് ആയിക്കോട്ടെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേപോലെ ആയിരിക്കണം. മൂന്നാമത്തെ,
കോളം മെറ്റീരിയൽ ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഹോമോജീനസ് ആൻഡ് ഐസോട്രോപിക് ആൻഡ് ഒബേസ് ഹൂക്സ് ലോ. നമുക്കറിയാം എപ്പോഴും നമ്മൾ യങ്സ് മോഡുലസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പറയാറുള്ള ലോ ആണെന്ത്? ഹൂക്സ് ലോ അല്ലേ? ഹൂക്സ് ലോ പറയുന്നത് എന്താണ്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ അല്ലേ? അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന കോളമായിരിക്കണം, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം ആ കോളം മെറ്റീരിയൽ പ്രവർത്തിക്കേണ്ടത് അല്ലേ? ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫോർ എക്സാമ്പിൾ ലോഡ് കൊടുത്തതിന് ശേഷം ലോഡ് പിൻവലിക്കുമ്പോൾ ആ മെറ്റീരിയൽ അതിൻ്റെ ഇനിഷ്യൽ ഷേപ്പിലേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നത് അല്ലേ? എപ്പോഴും നമ്മൾ എഞ്ചിനീയറിംഗിൽ ഓട്ടോമോട്ടീവ് ഏരിയയിലായിക്കോട്ടെ മെക്കാനിക്കൽ ഏരിയയിലായിക്കോട്ടെ ഒരു വസ്തു ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ നിൽക്കുന്ന ലോഡ് മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെയും എന്താണ് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം ലോഡ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഹോമോജീനിയസ്, ഒരേപോലത്തെ മെറ്റീരിയൽ ആയിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഐസോട്രോപിക്, എല്ലാ ആ കോളത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ഇതുകൂടാതെ ഹൂക്സ് ലോ ഒബേ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ ഫോർത്ത് പോയിന്റ്, ലെങ്ത് ഓഫ് കോളം ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ലാറ്ററൽ ഡയമെൻഷൻ. ആ കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മറ്റുള്ള ബ്രെഡ്ത്തിനേക്കാളും ഹൈറ്റിനേക്കാളും ഒക്കെ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഡയറക്റ്റ് സ്ട്രെസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, ഈ എപ്പോഴും ബീമായിരിക്കോട്ടെ കോളമായിരിക്കോട്ടെ അവിടെ അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബെൻഡിങ് സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് മൂലമാണ് കോളം അല്ലെങ്കിൽ ബീം വളയുന്നത് അല്ലേ? അപ്പോൾ ആ സ്ട്രെസ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡയറക്റ്റ് സ്ട്രെസ് അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെയധികം ചെറുതായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി സിക്സ്ത് പോയിന്റ്, കോളം വിൽ ഫെയിൽ ബൈ ബക്ലിംഗ് അലോൺ. ഏതെങ്കിലും കാരണവശാൽ ആ കോളം ഫെയിലറായി പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മാത്രമായിരിക്കണം? അവിടെ കൊടുക്കുന്ന ബക്ലിംഗ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ബക്ലിംഗ് കൊണ്ട് മാത്രം ആയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് കൂടി ശ്രദ്ധിക്കുക, സെൽഫ് വെയിറ്റ് ഓഫ് ദ കോളം ഈസ് നെഗ്ലിജിബിൾ. ആ കോളത്തിൻ്റെ വെയിറ്റ് നമ്മൾ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, വെയിറ്റ് കുറവായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്ലൈഡിൽ പറയുന്നത് റാങ്കൈൻസ് ഫോർമുലയെ കുറിച്ചിട്ടാണ്. ഷോർട്ട് കോളത്തിൻ്റെ റാങ്കൈൻസ് ഫോർമുല അത് P = സിഗ്മ E ഇൻറ്റു A ഡിവൈഡ് ബൈ 1 + ആൽഫ ഇൻറ്റു L/K ദ ഹോൾ സ്ക്വയർ. ഇതാണ് റാങ്കൈൻസ് ഫോർമുല. ഇതിൽ ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? റാങ്കൈൻസ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ സിഗ്മ E എന്ന് പറയുന്നത് ക്രഷിംഗ് സ്ട്രെസ് ആണ്. A എന്ന് പറയുന്നത് ഏരിയ ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അതുപോലെ L/K എന്ന് പറയുന്നത് ബക്ലിംഗ് ഫാക്ടർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലന്റ് ലെങ്ത് ഡിവൈഡ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. തിയറി ആണ് ഞാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ തിയറിയാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ നോക്കി പോകേണ്ടതും. ബിക്കോസ് ഇതിൻ്റെ പ്രോബ്ലം സെഷൻ കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ഫോർത്ത് മോഡിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിവതും 3 ഏരിയാസ് വരുന്നുണ്ട്. ആ 3 ഏരിയാസിൽ ആദ്യത്തെ 2 ഏരിയയിൽ നല്ല രീതിയിൽ പ്രോബ്ലം ആൻഡ് തിയറി കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു മൂന്നാമത്തെ പോർഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ തിയറി നല്ല രീതിയിൽ പഠിക്കുക. പ്രോബ്ലംസ് കഴിവതും ഫസ്റ്റ് 2 പോർഷൻ്റെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.